നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ED സമൻസിനെ ചോദ്യം ചെയ്ത തോമസ് ഐസക്കിനെ പരിഹസിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ചൂട് നടക്കുന്നതിനിടയിലാണ് തോമസ് ഐസക്കിനെ ED നോട്ടീസ് അയച്ചത്. അപ്പോൾ ഒരുപാട് തവണയായി അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് EDക്ക് മുൻപിൽ ഹാജരാകാതെ ഒളിച്ചു കളിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റുമായി രംഗത്ത് വരുന്നത്. 7 തവണയൊന്ന് നോട്ടീസ് അയച്ചു പോകാതിരുന്നാൽ കുഴപ്പമില്ല, പക്ഷേ 9 തവണ കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ കയറി പൊക്കിക്കൊണ്ട് പോകുമെന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വരികൾ ഇപ്രകാരമാണ് പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. ഐസക് കേട്ടോ, 7 തവണയൊക്കെ ED നോട്ടീസ് കിട്ടിയിട്ട് പോകാതിരുന്നാൽ കുഴപ്പമില്ല, പക്ഷേ 9 തവണ കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പോൾ വീട്ടിൽ കയറി പൊക്കിക്കൊണ്ട് പോകും. അനുഭവസ്ഥനാണ് പറയുന്നത് എന്ന് കേജ്രിവാൾ പറയുന്ന രീതിയിലാണ് ശ്രീജിത്ത് പണിക്കർ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ED വിളിക്കുമ്പോൾ പോയില്ലെങ്കിൽ എന്താ, മൂക്കിപ്പൊടിയാക്കുമോ? ഇവിടെ ആർക്കും EDയെ പേടിയില്ല, ഭീഷണിയൊക്കെ വടക്കേ ഇന്ത്യയിൽ പോയി നോക്കിയാൽ മതി എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. മസാല ബോണ്ട് കേസിൽ വീണ്ടും ED സമൻസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശം. ഏപ്രിൽ 2-ന് ഹാജരാകണമെന്നാണ് ED സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 6 തവണ ED സമൻസ് അയച്ചിട്ടും തോമസ് ഐസക്ക് ഹാജരായിരുന്നില്ല. ഇപ്പോൾ എന്തിനാണ് തന്നെ ED വിളിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഇത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ദുഷ്പ്രചാരണം നടത്താനാണ് പലരും ഉദ്ദേശിക്കുന്നതെന്നും തോമസ് ഐസക്ക് പറഞ്ഞിരുന്നു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചിരുന്നു. ഏപ്രിൽ 2-ന് ഹാജരാകാനാണ് നിർദ്ദേശം. എന്നിരുന്നാലും കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കവേ ED കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരുന്നു. കിഫ്ബി മസാല ബോണ്ടിന്റെ ഫണ്ട് വിനിയോഗ തീരുമാനങ്ങളിൽ ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇതിൽ ED വ്യക്തമാക്കിയിട്ടുള്ളത്. ഫണ്ട് ചെലവഴിക്കലിൽ സ്ഥിരതയില്ലെന്ന കാര്യം ഐസക്കിന് ബോധ്യമുണ്ടായിരിക്കാമെന്നും ED കോടതിയിൽ പറഞ്ഞിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കാത്ത ഐസക്ക് എല്ലാത്തിനെയും വെല്ലുവിളിക്കുകയാണെന്നും EDയുടെ കൗണ്ടർ അഫിഡവിറ്റിൽ ഉണ്ടായിരുന്നു. 6 തവണ സമൻസ് അയച്ചിട്ടും ഐസക്ക് ഹാജരാവാത്തതിനെ വിമർശിച്ച് ED നിലപാട് നിയമവിരുദ്ധമാണെന്നും കോടതിയെ അറിയിച്ചു. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മെയ് 22-ലേക്ക് മാറ്റി. ഇതിനിടെയാണ് ED 7ാമത്തെ സമൻസ് തോമസ് ഐസക്കിന് അയച്ചിരിക്കുന്നത്. അതേസമയം EDയുടെ സമൻസിന് പിന്നാലെ തോമസ് ഐസക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസ് കോടതി പരിഗണിക്കാനിരിക്കെ സമൻസ് അയച്ച ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ദുഷ്പ്രചാരണം നടത്താൻ വേണ്ടിയുള്ളതാണ് EDയുടെ നടപടി. 2 വർഷമായി ഇതെല്ലാം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇപ്പോൾ എന്തിനാണ് ഇത്ര ധൃതി? കോടതിയിൽ പരാതി നൽകി പരിരക്ഷ ആവശ്യപ്പെടുമെന്നും അത് പറഞ്ഞ അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായില്ലെങ്കിൽ മൂക്കിപ്പൊടിയാക്കുമോ എന്നും ചോദിച്ചു. ഇവിടെ ആർക്കും EDയെ പേടിയില്ലെന്നും അതിനെ വടക്കേ ഇന്ത്യയിൽ പോയി നോക്കിയാൽ മതിയെന്നുമാണ് തോമസ് ഐസക്കിന്റെ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്.